ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടാസ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ പറ്റിയും അതേപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനുകളെ പറ്റിയുമാണ്. സാധാരണഗതിയിൽ ബ്ലഡിലെ പൊട്ടാസ്യത്തിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 3.5 മുതൽ 5.2 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ഇതിൻ്റെ അളവ് ഇതിലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം ഹേർട്ട് പാൽപിറ്റേഷൻ, അതായത് ഹൃദയമിടിപ്പ് കൂടുന്നു, വ്യതിയാനം ഉണ്ടാകുന്നു. മസിൽ വീക്ക്നെസ് ഓർ നംബ്നെസ്, മസിലിന് തളർച്ച അതേപോലെ തന്നെ മരവിപ്പൊക്കെ അനുഭവപ്പെടുന്നു. മൂന്നാമത്തേത് നൊസിയ ആൻഡ് വോമിറ്റിംഗ്, ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും ഒക്കെ വരുന്നു. നാലാമത്തേത് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. അഞ്ചാമത്തേത് ഡയേറിയ, വയറിളക്കം ഉണ്ടാകുന്നു. ആറാമത്തേത് ഇറഗുലർ ഹേർട്ട് ബീറ്റ്, അതായത് ഹൃദയമിടിപ്പിൽ വ്യതിയാനം ഉണ്ടാകുന്നു. ഏഴാമത്തേത് അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കിഡ്നി ഡിസീസ്, അതായത് കിഡ്നിക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരിൽ ഇതിൻ്റെ അളവ് കൂടുന്നു. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറിന് മെഡിസിൻസൊക്കെ എടുക്കുന്ന ആൾക്കാരിൽ, ഓൾഡ് ഏജ്, അതായത് വയസ്സായ ആൾക്കാരിൽ, 70 വയസ്സും 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ, മിസ്യൂസ് ഓഫ് പൊട്ടാസ്യം സപ്ലിമെൻറ്റ്, പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കുന്ന ആൾക്കാരിൽ, പിന്നെ അഡിസൺ ഡിസീസ്, സിക്കിൾ സെൽ ഡിസീസ്, SLE അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമാറ്റസ് എന്ന ഡിസീസുകളുള്ളവരിലൊക്കെ ഇതിൻ്റെ അളവ് കൂടുന്നു. ഇതുകൂടാതെ ഡയബറ്റിസ്, പ്രമേഹ രോഗികളിൽ, പ്രമേഹം കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ, ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിലൊക്കെ ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും സെറം ഇലക്ട്രോലൈറ്റ് ടെസ്റ്റിൽ പൊട്ടാസ്യം കൂടാതെ സോഡിയം, ക്ലോറൈഡ്, മറ്റു ഘടകങ്ങളും ടെസ്റ്റ് ചെയ്യുന്നു. ഈ പൊട്ടാസ്യം മാത്രമായിട്ടാണെങ്കിൽ സെറം പൊട്ടാസ്യം ടെസ്റ്റ് ചെയ്തും ഇതിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.